these days we were studying how to overcome the flesh, our desires. നമ്മുടെ ജഡത്തെയും ആഗ്രഹങ്ങളെയും എങ്ങനെ ജയിക്കാമെന്നുള്ള വിഷയമാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്നത്. We studied different ways to overcome the flesh. ജഡത്തെ ജയിക്കുവാനുള്ള വിവിധ വഴികളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. We have studied that we should first carry our cross daily. നമ്മൾ പഠിച്ചത് ഒന്നാമതായി എല്ലാ ദിവസവും ഓരോ ദിനവും നമ്മുടെ ക്രൂശ് നമ്മൾ എടുക്കണമെന്നുള്ളതാണ്. Then we studied how we should choose the narrow path. രണ്ടാമത് നമ്മൾ പഠിച്ചത് ഇടുക്കമുള്ള വഴി എങ്ങനെ തിരഞ്ഞെടുക്കണമെന്നുള്ളതാണ്. And then we studied how we should put on the yoke of Christ on us. പിന്നെ നമ്മൾ പഠിച്ചത് എങ്ങനെ ക്രിസ്തുവിന്റെ നുകം നമ്മുടെ മേലെടുക്കണമെന്നുള്ളതാണ്. Then we studied the different purpose of suffering through which our flesh is restricted. കഷ്ടതയുടെ വിവിധ ഉദ്ദേശങ്ങളെക്കുറിച്ച് അതിലൂടെ നമ്മുടെ ജഡത്തെ നമ്മൾ ജയിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. Then we studied how the spirit should be separated from the soul. പിന്നെ നമ്മൾ പഠിച്ചത് നമ്മുടെ ആത്മാവിനെ ദേഹിയിൽ നിന്നും എങ്ങനെ വേർപെടുത്താമെന്നാണ്. Then the final thing is how to burn the flesh with Holy Spirit fire. അവസാനമായി നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെ നമ്മുടെ ജഡത്തെ പരിശുദ്ധാത്മാ അഗ്നിയിൽ ദഹിപ്പിക്കാമെന്നാണ്. Let us turn to Romans chapter 8 verse 13. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 13 verse 13. 13-ാമത്തെ വാക്യം. Romans 8:13. For if ye live after the flesh, you shall die. But if ye through the Spirit do mortify the deeds of the body, you shall live. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. So even if you are not able to overcome the desire and the flesh, the final thing is to set it on fire of the Holy Ghost. നിങ്ങൾക്ക് നിങ്ങളുടെ ജഡത്തെയും ആഗ്രഹങ്ങളെയും ജയിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ അവസാനമായി ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവിന്റെ അഗ്നിയിൽ അതിനെ എരിക്കുക എന്നുള്ളതാണ്. In the Holy Spirit there is fire. പരിശുദ്ധാത്മാവിൽ തീയുണ്ട്, അഗ്നിയുണ്ട്. I think all of you are well aware of it, so I need not go into detail of it. അതിനെക്കുറിച്ച് നിങ്ങൾ ബോധ്യമുള്ളവരായതുകൊണ്ട് അധികം വിശാലമായിട്ട് ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുകയില്ല. Let us turn to Matthew chapter 3 verse 11. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് Matthew 3:11. മത്തായി 3:11. I indeed baptize you with the water unto repentance, but he that cometh after me is mightier than I, whose shoes I am not worthy to bear. He shall baptize you with the Holy Ghost and with fire. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നതേയുള്ളൂ. എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കും. You all know that this John the Baptist speaks about Jesus Christ. നിങ്ങൾക്കറിയാം ഇത് കർത്താവായ യേശുവിനെ കുറിച്ചാണ് യോഹന്നാൻ സ്നാപകൻ പറയുന്നതെന്ന്. John the Baptist says he will baptize you with Holy Ghost and fire. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത് കർത്താവായ യേശുക്രിസ്തു നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനപ്പെടുത്തുമെന്നാണ്. Luke 12:49. ലൂക്കോസിന് സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 49-ാമത്തെ വാക്യം. Luke 12:49. ലൂക്കോസ് 12:49. I am come to send fire on the earth, and what will I if it be already kindled? ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു. അത് ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു, എന്നല്ലാതെ ഞാൻ മറ്റെന്ത് ഇച്ഛിക്കേണ്ടു. Many preachers may preach saying that this is about the fire of judgment. പല പ്രസംഗകരും പ്രസംഗിക്കുന്നത് ഈ തീ എന്ന് പറയുന്നത് ന്യായവിധിയുടെ തീയാണെന്നാണ്. But my dear friend, this is not the judgment, the fire of judgment. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇത് ഒരിക്കലും ന്യായവിധിയുടെ തീയല്ല. This is about the baptism of the Holy Ghost. ഇത് പരിശുദ്ധാത്മ സ്നാനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. Acts chapter 2 verse 1 to 4.
അപ്പോസ്തലപ്രവൃത്തി 2:1-4 വരെ വായിക്കുമ്പോൾ, because you know this subject, I quickly pass on. നിങ്ങൾക്ക് ഈ വിഷയം അറിയാവുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. Acts 2:1-4. അപ്പോസ്തലപ്രവൃത്തി 2:1-4 വരെ. And when the day of Pentecost was fully come, they were all with one accord in one place, and suddenly there came a sound from heaven as of a rushing mighty wind, and it filled all the house where they were sitting. And there appeared unto them cloven tongues like as of fire, and it sat upon each of them. And they were all filled with the Holy Ghost, and began to speak with other tongues as the Spirit gave them utterance. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. Here we find when they were all waiting, the cloven tongues of fire came and sat upon each one of them. അവർ കാത്തിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പരിശുദ്ധാത്മാവിന് പിളർന്ന അഗ്നിനാവുകൾ അവിടെ മേൽ പതിഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നു. So in the Holy Spirit there is fire. അവിടെ നമ്മൾ പഠിച്ചത് പരിശുദ്ധാത്മാവിൽ തീയുണ്ട് എന്നുള്ളതാണ്. It is not another baptism, but in the Spirit there is a deeper experience. ഇത് മറ്റൊരു സ്നാനത്തെ കുറിച്ചല്ല, ഇത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. അത് ആഴമേറിയ ഒരു അനുഭവമാണ്. When the Holy Spirit comes, we speak in tongue. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മൾ അന്യഭാഷയിൽ സംസാരിക്കും. But at the same time, the people who prepare themselves, they will also be caught with fire. എന്നാൽ അതേ സമയം തന്നെ ഒരുക്കപ്പെട്ട ദൈവജനങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ പിടിക്കപ്പെട്ടവരാകും. Let us turn to the Leviticus chapter 9 verse 23 and 24. ലേവ്യ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 23-24 വാക്യങ്ങളിലേക്ക് നമുക്ക് തിരിയാം. Leviticus chapter 9 verse 23 and 24. ലേവ്യ 9-ന്റെ 23-24 വാക്യങ്ങൾ. And Moses and Aaron went into the tabernacle of the congregation and came out and blessed the people, and the glory of the Lord appeared unto all the people. And there came a fire out from before the Lord, and consumed upon the altar the burnt offering and the fat, which when all the people saw, they shouted and fell on their faces. മോശയും അഹ്റോനും സമാഗമന കൂടാരത്തിൽ കടന്നിട്ട് പുറത്തു വന്ന് ജനത്തെ ആശീർവദിച്ചു. അപ്പോൾ യഹോവയുടെ തേജസ് സകല ജനത്തിനു പ്രത്യക്ഷമായി. യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് യാഗപീഠത്തിന്മേലുള്ള ഹോമയാഗവും മേധസ്സും ദഹിപ്പിച്ചു. ജനമെല്ലാം അത് കണ്ടപ്പോൾ ആർത്ത് സാഷ്ടാംഗം വീണു. This I hope all of you know this incident. നിങ്ങൾക്ക് ഈ സംഭവത്തെ കുറിച്ച് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. We read in Exodus chapter 40, when Moses finished the work of God, the glory of God came and filled the whole tabernacle. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം നമ്മൾ വായിച്ചു. മോശ തന്റെ ജോലി തീർത്തു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ദൈവത്തിന്റെ തേജസ് സമാഗമന കൂടാരത്തിൽ ഇറങ്ങിയിട്ട് അവിടെയെല്ലാം നിറഞ്ഞു എന്ന്. So people saw the glory of God coming down. ആ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വരുന്നത് ജനങ്ങൾ കാണുവാനിടയായി. But here we find from the most holy place, fire went to the altar that was kept in the court. ഇവിടെ നമ്മൾ വായിച്ചത് പ്രാകാരത്തിൽ വെച്ചിരിക്കുന്ന യാഗപീഠത്തിലേക്ക് അതിപരിശുദ്ധ സ്ഥലത്ത് നിന്ന് തീ പുറപ്പെട്ടു എന്നാണ്. So in the court, the altar was ready with the sacrifice. പ്രാകാരത്തിൽ യാഗപീഠം യാഗവസ്തുവുമായി ഒരുക്കപ്പെട്ടിരിക്കുകയായിരുന്നു. So when the glory came in the most holy place, from the most holy place, fire went and burned that was kept in the altar on the outer court. അതിപരിശുദ്ധ സ്ഥലത്ത് ദൈവത്തിന്റെ തേജസ് ഇറങ്ങിയപ്പോൾ ഒരുക്കപ്പെട്ടിരിക്കുന്ന പ്രാകാരത്തിലെ യാഗപീഠത്തിലേക്ക് ദൈവത്തിന്റെ അഗ്നി ഇറങ്ങി. So I would like to show it on the chart here. Just 1 minute. So when the Holy Spirit comes here, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ വരുമ്പോൾ it fills the whole of your spirit. അത് നിങ്ങളുടെ ആത്മാവിനെ മുഴുവൻ നിറയ്ക്കുവാനിടയാകും. Then from there the fire will come to your soul and body. അവിടെ നിന്ന് നിങ്ങളുടെ ദേഹിയിലേക്കും ശരീരത്തിലേക്കും ആ തീ പടരും. When that fire comes, this flesh is burned. അങ്ങനെ ആത്മാവിന്റെ തീ കടന്നു വരുമ്പോൾ ജഡം ദഹിക്കും. That when it is burned, it is not destroyed. അത് കത്തുന്ന സമയത്ത് പൂർണ്ണമായി നശിക്കുകയില്ല. But it will be in a burned condition. എന്നാൽ അത് ദഹിച്ച അവസ്ഥയിലാകും.
then when it is in a burnt condition, it cannot bring desire after desire in you. അങ്ങനെ ദഹിച്ചു കഴിയുമ്പോൾ പിന്നെ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കുവാൻ അതിന് കഴിയത്തില്ല. It should be a continuous burning. അത് നിരന്തരമായ ഒരു കത്തലായിരിക്കണം. Not one time burning. ഒരു പ്രാവശ്യം കത്തിയാൽ പോരാ. It should be a continuous burning. അത് നിരന്തരമായ ഒരു കത്തലായിരിക്കണം. So how can some people get only the speaking in tongue? ചില ആളുകൾക്ക് അന്യഭാഷ മാത്രമേ കിട്ടുന്നുള്ളൂ. They get some joy. അവർക്ക് ഒരു സന്തോഷമൊക്കെ അന്നേരം തോന്നുന്നുണ്ട്. But many people who submit themselves completely, they'll get fire also in their life. എന്നാൽ അവരെ പരിപൂർണമായി സമർപ്പിക്കപ്പെട്ട ആളുകൾക്ക് അവരുടെ ശരീരത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നി വ്യാപരിക്കുന്നത് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. When that fire comes in them, their desire to the worldly things decreases. അങ്ങനെ ആത്മാവിന്റെ അഗ്നി അവരുടെ മേൽ വ്യാപരിക്കുമ്പോൾ ലോകത്തിലെ വസ്തുക്കളെ കുറിച്ചുള്ള ആഗ്രഹം അവരിൽ നിന്ന് നീങ്ങിപ്പോകുന്നു. That desire for the house, desire for good clothes, desire for name, everything little by little decreases from them. നല്ല വീടിന് വേണ്ടിയുള്ള, നല്ല വസ്ത്രത്തിന് വേണ്ടിയുള്ള, പേരിനും പെരുമയ്ക്കും വേണ്ടിയുള്ള ആഗ്രഹങ്ങളെല്ലാം കുറഞ്ഞു കുറഞ്ഞു പോകുന്നു. So as you are caught with the heavenly fire, അങ്ങനെ സ്വർഗീയ അഗ്നിയാൽ നിങ്ങൾ പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ desires are all burned little by little. കുറേശ്ശെയായി ആഗ്രഹങ്ങൾ ദഹിച്ചുകൊണ്ടിരിക്കും. Then also you are angry towards others, enmity towards others, bitterness towards others also is burned. മറ്റുള്ളവരോടുള്ള കോപവും ശത്രുതയും കയ്പുമെല്ലാം അതിൽ ദഹിച്ചു മാറും. You may be angry with a brother, നിങ്ങൾ ഒരുപക്ഷെ ഒരു സഹോദരനോട് കോപമുള്ളവനായിരിക്കാം. but when the fire catches your soul and body, എന്നാൽ നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ ദേഹിയെയും പരിശുദ്ധാത്മാവ് അഗ്നി പിടിക്കുമ്പോൾ you will go yourself and catch hold of his feet, brother, forgive me, forgive me, forgive me. നിങ്ങൾ പോയിട്ട് സഹോദരനോട് പറയും, പ്രിയ സഹോദര എന്നോട് ക്ഷമിക്കുക ക്ഷമിക്കുക എന്ന്. What happened? എന്താ സംഭവിച്ചത്? The flesh is burned by the fire. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയിൽ ആ ജഡം ദഹിച്ചു മാറിയതുകൊണ്ട്. So we should live in that condition. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ വേണം നമ്മൾ ജീവിക്കുവാൻ. In order to continue that, we should submit our bodies as a living sacrifice. അത് നമ്മുടെ ജീവിതത്തിൽ തുടർമാനമായ ഒരു അനുഭവമാകണമെങ്കിൽ ജീവനുള്ള ഒരു യാഗമായി നമ്മുടെ ശരീരത്തെ നമ്മൾ സമർപ്പിക്കണം. Romans 12:1 and 2. റോമാലേഖനം 12:1-2. Romans 12:1 and 2. റോമർ 12:1-2. I beseech you therefore, brethren, by the mercies of God, that ye present your bodies a living sacrifice, holy, acceptable unto God, which is your reasonable service. And be not conformed to this world, but be transformed by the renewing of your mind, that you may prove what is the good and acceptable and perfect will of God. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. It is not enough that we give our heart to the Lord. നമ്മുടെ ദൈവത്തിന് നമ്മുടെ ഹൃദയം മാത്രം നമ്മൾ കൊടുത്താൽ പോരാ. We should submit our bodies as a living sacrifice. നമ്മൾ നമ്മുടെ ശരീരത്തെ ജീവനുള്ള ഒരു യാഗമായി നമ്മൾ സമർപ്പിക്കണം. 1 Corinthians chapter 6 verse 19 and 20. 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങൾ. 1 Corinthians chapter 6 verse 19 and 20. 1 കൊരിന്ത്യർ 6-ന്റെ 19-20 വാക്യങ്ങൾ. What know ye not that your body is the temple of the Holy Ghost, which is in you, which ye have of God, and ye are not your own? For ye are bought with a price. Therefore glorify God in your body and in your spirit, which are God's. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. So this body which you and I have is a purchased body. നമ്മൾക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം വിലയ്ക്ക് വാങ്ങപ്പെട്ട ഒരു ശരീരമാണ്. How much price Jesus paid for this body? എന്ത് വിലയാണ് കർത്താവ് ഇതിനു വേണ്ടി മുടക്കിയത്? He gave the last drop of his blood, and that's our body is purchased. കർത്താവായ യേശു തന്റെ അവസാന തുള്ളി രക്തം വരെയും ഊറ്റി കൊടുത്താണ് ഈ ശരീരം വിലയ്ക്ക് വാങ്ങിയത്. After he purchased this body, he gave the body to us back.
ആ ശരീരം വിലയ്ക്ക് വാങ്ങിയ ശേഷം നമുക്ക് തന്നെ അത് തിരിച്ചു തന്നേക്കുക. It was with Satan. അത് പിശാചിന്റെ കൂടെ ആയിരുന്നു. It was under the control of Satan. അത് പിശാചിന്റെ നിയന്ത്രണത്തിലായിരുന്നു. Jesus purchased it യേശു കർത്താവ് അത് വിലയ്ക്ക് വാങ്ങി and made us new അതിനെ പുതിയതാക്കി and given us back. നമുക്കത് തിരിച്ച് മടക്കി തന്നു. And now what you should do? ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? On our own voluntary will, we'll give to the Lord, body to the Lord. നമ്മുടെ എല്ലാ ഇച്ഛകളും ശരീരവും മുഴുവനായി ദൈവത്തിന് നമ്മൾ കൊടുക്കണം. On a voluntarily we should submit our body. സ്വയമായി നമ്മുടെ ശരീരത്തെ ദൈവത്തിന് നമ്മൾ കൊടുക്കണം. Not asking by God. Voluntarily we should say, Lord, you purchased this body, you gave it to me, voluntarily I give it to you, Lord. ദൈവം ചോദിക്കുന്നത് കൊണ്ടല്ല, കർത്താവ് വിലയ്ക്ക് വാങ്ങിയിരിക്കുക. നാം സ്വമനസ്സാ കർത്താവേ അങ്ങ് വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട് ഞാൻ ശരീരത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്ന് ദൈവത്തോട് പറയണം. And it should be presented to you as an acceptable sacrifice. അത് ദൈവത്തിന് സ്വീകാര്യമായ പ്രസാദമായ ഒരു യാഗമായി അർപ്പിക്കണം. Not just giving like that, it should be accepted by God. ആ ചുമ്മാ കൊടുക്കുകയല്ല, ദൈവത്തിന് പ്രസാദകരമാകുമെണ്ണം കൊടുക്കണം. So how the sacrifice is offered before God in the Old Testament? പഴയ നിയമത്തിൽ എങ്ങനെയാണ് ദൈവത്തിന് യാഗം അർപ്പിച്ചിരുന്നത്? When we study from the Old Testament how they offered the sacrifice, we get a glimpse of, we get an idea, we get few ways how to submit our bodies to the Lord. എങ്ങനെയാണ് പഴയ നിയമത്തിൽ യാഗങ്ങൾ അർപ്പിച്ചിരുന്നത് എന്ന് പഠിക്കുമ്പോൾ നമ്മുടെ ശരീരത്തെയും ഒരു യാഗമായി അർപ്പിക്കേണ്ടത് എങ്ങനെ എന്ന് പഠിക്കുവാൻ നമുക്ക് കഴിയും. Let us go to the book of Leviticus chapter 1 verse 3 to 6. ലേവ്യ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. The book of Leviticus chapter 1 verse 3 to 6. ലേവ്യ പുസ്തകം 1-ന്റെ 3 മുതൽ 6 വരെ. If his offering be a burnt sacrifice of the herd, let him offer a male without blemish. He shall offer it of his own voluntary will at the door of the tabernacle of the congregation before the Lord. And he shall put his hand upon the head of the burnt offering, and it shall be accepted for him to make atonement for him. And he shall kill the bullock before the Lord, and the priest Aaron's son shall bring the blood and sprinkle the blood round about upon the altar that is by the door of the tabernacle of the congregation. And he shall flay the burnt offering and cut it into his pieces. അവൻ വഴിപാടായി കന്നുകാലികളിൽ ഒന്നിനെ ഹോമയാഗം കഴിക്കുന്നുവെങ്കിൽ ഊനമില്ലാത്ത ആണിനെ അർപ്പിക്കണം. യഹോവയുടെ പ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം അവൻ അതിനെ സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ വെച്ച് അർപ്പിക്കണം. അവൻ ഹോമയാഗത്തിന് തലയിൽ കൈവയ്ക്കണം. എന്നാൽ അത് അവന് വേണ്ടി പ്രായശ്ചിത്തം വരുത്തുവാൻ അവന്റെ പേർക്ക് സുഗ്രാഹ്യമാകും. അവൻ യഹോവയുടെ സന്നിധിയിൽ കാളക്കിടാവിനെ അറുക്കണം. അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ അതിന്റെ രക്തം കൊണ്ടുവന്ന് സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ ഉള്ള യാഗപീഠത്തിന്മേൽ ചുറ്റും തെളിക്കണം. അവൻ ഹോമയാഗ മൃഗത്തെ തോലിരിച്ച് ഗണ്ണമായി മുറിക്കണം. Here so many things are mentioned and we do not have time to go into all the details of it now. ഒരുപാട് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം ഓരോന്നായി വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല. Tonight we'll see what is most important for us. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് മാത്രം നമ്മൾ ചിന്തിക്കുന്നു. Number 1 is it should be a voluntary offering. ഒന്നാമത് അതൊരു വഴിപാടാണ്, സ്വമേധയായി അർപ്പിക്കുന്നതാണ്. Voluntarily offered. സ്വമേധയാ അർപ്പിക്കുന്നതാണ്. Not by force. അത് ആരുടെ നിർബന്ധത്താൽ അർപ്പിക്കുന്നതല്ല. Not by anybody's persuasion. ആരുടെയെങ്കിലും നിർബന്ധം കൊണ്ട് അത് അർപ്പിക്കുന്നതല്ല. But voluntarily giving to the Lord. സ്വമേധയാ ദൈവത്തിന് കൊടുക്കുകയാണ്. So we brothers and sisters should voluntarily give our bodies as a sacrifice acceptable to the Lord. ദൈവത്തിന് പ്രസാദമാകുമാറ് നമ്മുടെ ശരീരത്തെ നമ്മൾ സ്വമേധയാ ദൈവത്തിന് അർപ്പിക്കണം. We have a Pentecostal tradition. നമുക്ക് ഒരു പെന്തക്കോസ്ത് പാരമ്പര്യമുണ്ട്. Because of the Pentecostal tradition, so many people are compelled to lead in compelled to give their body outwardly. പെന്തക്കോസ്ത് പാരമ്പര്യത്തിന്റെ പ്രത്യേകത കൊണ്ട് നമ്മൾ ബാഹ്യമായി മാത്രം ശരീരത്തെ ദൈവത്തിന് ഇങ്ങനെ കൊടുക്കുന്നവരാണ്. We are compelled. നമ്മൾ കൊടുക്കുവാൻ നിർബന്ധിക്കപ്പെടുകയാണ്.
Otherwise, there will be no proper marriage, there will be no Lord's Supper. So, we are compelled to give. അതേ കർത്താവിന്റെ മേശ മുതലായ കാര്യങ്ങളൊന്നും എടുക്കുവാൻ ഞാൻ സമ്മതിക്കാത്തത് കൊണ്ട് നമ്മൾ അർപ്പിക്കുവാൻ, ശരീരത്തെ അർപ്പിക്കാൻ നിർബന്ധിക്കപ്പെടുകയാണ്. A marriage problem is there. വിവാഹ പ്രശ്നം നടക്കണം അതിന് വേണ്ടിയിട്ട്. That's therefore so many brothers and sisters, because of the fear of others, they lead and they keep their body in a controlled way. അതുകൊണ്ട് മറ്റുള്ളവരെ പേടിച്ചിട്ടാണ് നമ്മുടെ സഹോദരി സഹോദരന്മാർ പലപ്പോഴും അതിനെ നിയന്ത്രിച്ചു കൊണ്ട് നടക്കുന്നത്. If there is nobody to ask them, their way of dressing will be different. ആരും ചോദിക്കാനില്ലെങ്കിൽ നമ്മുടെ വസ്ത്രധാരണ രീതി തന്നെ മാറിപ്പോകും. If there is nobody to question you in the church and everything, you will live in a different way. ആരും നമ്മളെ ചോദ്യം ചെയ്യാൻ സഭയിലില്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലി തന്നെ ആകെ വ്യത്യസ്തമായിരിക്കും. So, we should not offer our body by tradition, but voluntarily we should offer. പാരമ്പര്യത്തിന്റെ സ്വാധീനം കൊണ്ടല്ല നമ്മുടെ ശരീരത്തെ നമ്മൾ ദൈവത്തിന് സമർപ്പിക്കേണ്ടത്, നമ്മൾ സ്വമേധയാ അത് അർപ്പിക്കണം ദൈവത്തിന്. God should know, yes, my son, my daughter is not giving his body by the persuasion or because of the Pentecostal tradition, but voluntarily he gives it to me. പാരമ്പര്യത്തിന്റെ സ്വാധീനം കൊണ്ടോ അല്ലെങ്കിൽ മറ്റേ നിർബന്ധം കൊണ്ടോ അല്ല എൻ്റെ മകൻ തൻ്റെ ശരീരം എനിക്ക് അർപ്പിച്ചിരിക്കുന്നത്, അവൻ സ്വമേധയാ തരുന്നതാണെന്ന് ദൈവത്തിന് അറിയണം. And then it should be killed. അതിനുശേഷം അതിനെ കൊല്ലണം. Then the blood is to be taken. That is all various things I am not going to explain now. അതിന് രക്തം എടുക്കണം, അങ്ങനെ മുതലായ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെല്ലാം വിശദീകരിക്കുന്നില്ല. Then another thing is it should be flayed. The skin should be removed. മറ്റൊരു കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിന്റെ തോലുരിക്കണമെന്നാണ്. The skin should be completely removed. അതിന്റെ തോല് കംപ്ലീറ്റ് ഉരിച്ചു കളയണം. Now, you know, in northern India, I don't think in here also, if you go to a meat shop where goat meat and sheep meat are sold, they'll keep 10 tall sheep or goat, hang them after removing the skin. വടക്കേ ഇന്ത്യയിൽ നമ്മൾ ഇറച്ചി മേടിക്കാൻ ചെന്നാൽ, ആട്ടിറച്ചിയൊക്കെ മേടിക്കാൻ ചെല്ലുമ്പോൾ ആടിന്റെയൊക്കെ തോലുരിച്ച് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് കാണാം. It's full, all the full will be there. തോല് കംപ്ലീറ്റ് ഉരിച്ചാണ് അവിടെ തൂക്കിയിടുന്നത്. It is not cut in pieces, the full goat or full sheep will be there. അതിനെ മുറിച്ച് കഷ്ണമാക്കി ഇറച്ചിയല്ല, ഒരു ആടിനെ മുഴുവനായി തോലിരിച്ച് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കും. So there are goat meat and sheep meat. അവിടെ ആടിന്റെ ഇറച്ചിയുണ്ട്, ചെമ്മരിയാടിന്റെ ഇറച്ചിയുണ്ട്. So if you say I want goat meat, നിങ്ങൾ പറയുകയാണെങ്കിൽ ചെമ്മരിയാടിന്റെ ഇറച്ചി വേണം. there are so many goat and sheep hanging, their skin or removed. അവിടെ ആട്ടിറച്ചിയും ചെമ്മരിയാടിന്റെ ഇറച്ചിയും ഇങ്ങനെ ഒരുപോലെ തൂങ്ങിക്കിടക്കുകയാണ്. Then if you ask him give me goat, then he will go to a particular piece and cut it and give to you. എന്നാൽ ചെമ്മരിയാടിന്റെ ഇറച്ചി വേണമെന്ന് പറഞ്ഞാൽ ആ കടക്കാരൻ യാതൊരു സംശയവും കൂടാതെ നേരെ ചെന്ന് ചെമ്മരിയാടിന്റെ ഇറച്ചി നമുക്ക് മുറിച്ചു തരും. But when you look at it, you cannot identify whether it is goat or sheep. നമ്മൾ നോക്കിയാൽ ഇതിനകത്ത് ആട് ഏതാ ചെമ്മരിയാട് ഏതാന്ന് നമുക്ക് വേർതിരിച്ചറിയാൻ കഴിയില്ല. You ask the shopkeeper, how do you recognize whether it's a sheep, it's a goat or a sheep? അതെ, നമ്മൾ ആ കടക്കാരനെ ചോദിക്കുക, നിങ്ങൾക്ക് എങ്ങനെ ഇത് മനസ്സിലാകുന്നു, ഇത് ആടാണോ ചെമ്മരിയാടാണോ എന്നെങ്ങനെ മനസ്സിലാകുന്നു? Then he will turn and show you the tail. അപ്പോൾ ആ മനുഷ്യൻ ആ ഇറച്ചി ഇങ്ങനെ തിരിച്ചിട്ട് പറയും, ആടിന്റെ വാല് നമുക്ക് കാണിച്ചു തരും. The skin of the tail is not removed. ആ വാലിന്റെ തോല് മാത്രം മാറ്റാതെ അവിടെ ഇട്ടിട്ടുണ്ടാകും. Why? എന്തുകൊണ്ട്? For identification. തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. In the same way, we sometimes do not remove the skin of our tail. അതുപോലെ തന്നെ നമ്മളും നമ്മുടെ വാലിന്റെ തോല് ഉരിച്ചിട്ടില്ല. Though we are children of God, നമ്മൾ ദൈവമക്കളാണെങ്കിലും we want our identification separately. നമുക്ക് നമ്മളെ പ്രത്യേകമായി എടുത്തു കാണിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ്. I am so and so. ഞാൻ ഇന്നാരൊക്കെയാണ്. I am from so and so family. ഞാൻ ഇന്ന കുടുംബത്തിൽ നിന്നൊക്കെ വന്നതാണ്. So we do not want to remove the skin of the tail. നമ്മൾ നമ്മുടെ വാലിന്റെ തോലുരിക്കാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. Am I right? ഞാൻ പറയുന്നത് ശരിയാണോ? My dear friend, if you want the fire of the Holy Ghost, we should remove that skin of the tail also. എൻ്റെ പ്രിയ സഹോദരന്മാരെ, പരിശുദ്ധാത്മാവിന്റെ അഗ്നി അനുഭവം നമുക്കുണ്ടാകണമെങ്കിൽ നമ്മുടെ വാലിന്റെ തോല് കൂടെ ഉരിച്ചു കളയണം.
Hallelujah. ഹല്ലേലൂയ. When we remove the tail, the skin of the tail, when totally skin removed, fire is yours. നമ്മുടെ വാലിന്റെ തോലുകൂടെ നമ്മൾ ഉരിച്ചു കളയുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് തോലുരിക്കപ്പെട്ടവരായി തീരുകയും പരിശുദ്ധാത്മാവിന്റെ അഗ്നി നമ്മുടെ മേൽ വരികയും ചെയ്യും. Then it is to be cut into pieces. അതിനുശേഷം അതിനെ കഷണം കഷണമായി മുറിക്കണം എന്ന് എഴുതിയിരിക്കുന്നു. There it is not written cut from the bones. When we read it in Hebrew, it should be separated from joints. അവിടെ കഷണം കഷണമായി മുറിക്കുന്നു പറഞ്ഞാൽ ഹീബ്രു ഭാഷയിൽ വായിക്കുമ്പോൾ ജോയിന്റുകൾ വേർപെടുത്തണമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. See, think that the hand, it is not to be cut here. Here is a joint. This joint is to be removed. കൈ ആണെങ്കിൽ കൈ കഷണം കഷണമാക്കുകയല്ല, കൈയുടെ ജോയിന്റ് വെച്ച് മുറിക്കുക എന്നാണ്. And the shoulder joint is to be removed. പിന്നെ ഷോൾഡറിലെ ജോയിന്റ് വെച്ച് മുറിക്കുന്നു. What is this? എന്താണ് അതിന്റെ അർത്ഥം? Our attachment with the world. ഈ ലോകവുമായിട്ടുള്ള നമ്മുടെ ആ കണക്ഷൻ വിടണമെന്നുള്ളതാണ്. Our attachment to the family, attachment to the husband, attachment to the wife, attachment to the children, attachment to material things. We should denounce those things. നമ്മുടെ ലോകത്തോടുള്ള, നമ്മുടെ ഭാര്യയോടുള്ള, മക്കളോടുള്ള അമിതമായ അടുപ്പം, അതിനെ നമ്മൾ വെട്ടിമുറിക്കണമെന്നാണ്. Then we offer to the Lord. അതിനുശേഷം നമ്മൾ ദൈവത്തിന് അർപ്പിക്കുമ്പോൾ the fire will come upon us. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി നമ്മുടെ മേൽ വരും. From where the fire starts? എവിടുന്നാണ് ഈ അഗ്നി പുറപ്പെടുന്നത്? Psalm 39 verse 3. സങ്കീർത്തനം 39:3. Psalm 39 verse 3. സങ്കീർത്തനം 39:3. My heart was hot within me while I was musing, the fire burned, then I spake with my tongue. എന്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു, എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. How the fire starts, please see. എങ്ങനെയാണ് തീ പുറപ്പെടുന്നത്? This is your most holy place. ഇതാണ് നിങ്ങളുടെ ഏറ്റവും അതിപരിശുദ്ധ സ്ഥലം. Here the Holy Spirit has come. ഇവിടെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരുന്നത്. And your inner man is here. അവിടെയാണ് അകത്തെ മനുഷ്യനുള്ളത്. And when your body is offered, according to the body and soul is offered, നിങ്ങളുടെ ശരീരവും ദേഹിയും അർപ്പിക്കപ്പെടുമ്പോൾ fire will come from there and come and start burning here. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി അവിടെ നിന്ന് പുറപ്പെട്ട് നിങ്ങളുടെ ശരീരത്തിൽ എത്തിച്ചേരും. And it will start burning. അതവിടെ കത്തുവാൻ തുടങ്ങും. So when you receive the baptism of the Holy Spirit, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സ്നാനം സ്വീകരിക്കുമ്പോൾ the Holy Spirit has come. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വരുന്നു. But the fire has not come so far to your body. എന്നാൽ ആ സമയത്ത് തീ വരുന്നില്ല. The fire has not come to your body. ആ സമയത്ത് തീ നിങ്ങളുടെ ശരീരത്തിൽ വരുന്നില്ല. Why? എന്തുകൊണ്ട്? You did not offer it properly. നിങ്ങളുടെ ശരീരം വേണ്ടതുപോലെ സമർപ്പിക്കാത്തത് കൊണ്ട്. But when you offer your body also properly to the Lord, the fire will start coming here. എന്നാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് വേണ്ടതുപോലെ സമർപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ശരീരത്തിൽ വരും. That's why it is written, when I meditated, the fire start burning within me. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത് എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി എന്ന്. So when meditating, it was burning inside. നിങ്ങൾ ഹൃദയത്തിന്റെ അകത്ത് ധ്യാനിക്കുമ്പോൾ തീ കത്തുന്നു. And then it comes on to your body members. ആ തീ നിങ്ങളുടെ ശരീരത്തിലെ അവയവങ്ങളിലേക്ക് വ്യാപരിക്കുന്നു. Then we read about Jeremiah. നമ്മൾ യെരമ്യാവിനെ കുറിച്ച് വായിക്കുമ്പോൾ The book of Jeremiah chapter 20 verse 9. യെരമ്യാവിന്റെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. Jeremiah chapter 20 verse 9. യെരമ്യാവ് 20:9. Then I said, I'll not make mention of him, nor speak any more in his name. But his word was in my heart as a burning fire, shut up in my bones, and I was weary, and with forbearing I could not stay. ഞാൻ ഇനി അവനെ ഓർക്കുകയില്ല, അവന്റെ നാമത്തിൽ സംസാരിക്കുകയുമില്ല എന്ന് പറഞ്ഞാലോ, അതെന്റെ അസ്ഥികളിൽ അടയ്ക്കപ്പെട്ടിട്ട് എന്റെ ഹൃദയത്തിൽ തീ കത്തും പോലെ ഇരിക്കുന്നു. ഞാൻ സഹിച്ചു തളർന്നു, എനിക്ക് വഹിയാതെയായി. So from the heart, fire has gone to the bones also. അവിടെ നമ്മൾ കാണുന്നത് ഹൃദയത്തിൽ നിന്ന് തീ കത്തി അത് അസ്ഥിയിലേക്ക് കത്തിപ്പടർന്നു എന്നാണ്. Hallelujah. Hallelujah. Brother, sister, when you are caught fire in your bones, you will be totally a different person. എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങളുടെ അസ്ഥികളിൽ കൂടെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി കത്താൻ തുടങ്ങുമ്പോൾ നിങ്ങൾ വ്യത്യസ്തനായ ഒരു മനുഷ്യനായി തീരും. Psalm 104:4. We are going to spend some time in prayer.
സങ്കീർത്തനം 104:4 വാക്യം. We are going to spend some time in prayer. നമ്മൾ അല്പസമയം പ്രാർത്ഥനയ്ക്കായിട്ട് ചെലവഴിപ്പാൻ ആഗ്രഹിക്കുകയാണ്. Get ready for it. അതിനുവേണ്ടി ഒരുങ്ങുക. Psalm 104 verse 4. സങ്കീർത്തനം 104:4 വാക്യം. Who maketh his angel spirit, his ministers a flaming fire. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷന്മാരുമാക്കുന്നു. So the transition should be, his ministers shall be turned into fire. അതിന്റെ ശരിയായ വിവർത്തനം ശുശ്രൂഷകന്മാർ അഗ്നിജാലകളായി മാറണമെന്നാണ്. Hallelujah. Praise the Lord. Fire is in you. നിങ്ങളുടെ ഉള്ളിൽ തീയുണ്ട്. It has to come to your body. അത് നിങ്ങളുടെ ശരീരത്തിലേക്കൂടെ കത്തിപ്പടരണം. What you should do? അതിനുവേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? Submit yourself. നിങ്ങളെ തന്നെ സമർപ്പിക്കുക. Now, ഇപ്പോൾ Lord, I submit myself. കർത്താവേ, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. Lord, I submit myself. കർത്താവേ, ഞാൻ എന്നെ നിനക്ക് സമർപ്പിക്കുന്നു. When the fire comes, the desires will all be burned. അതെ, ആ ആത്മാവിന്റെ അഗ്നി വരുമ്പോൾ എല്ലാ ആഗ്രഹങ്ങളും കത്തും. You will become a flame of fire. നിങ്ങൾ ഒരു അഗ്നിജ്വാലയായി മാറും. Hallelujah. ഹല്ലേലൂയ. That's what God is waiting for. അതിനുവേണ്ടിയാണ് ദൈവം കാത്തിരിക്കുന്നത്. From the upper room, 120 flames of fire came out. ആ മാളിക മുറിയിൽ 120 അഗ്നിജ്വാലകൾ ഇറങ്ങി. And from the upper room, 120 flames of fire going around Jerusalem. ആ മാളിക മുറിയിൽ നിന്ന് 120 അഗ്നിജ്വാലകൾ യെരുശലേമിന്റെ ചുറ്റുപാടുകളിലേക്ക് കത്തിപ്പടർന്നു. Wherever they went with the fire. എവിടെയെല്ലാം അവിടെ ചെന്നുവോ അവിടെയെല്ലാം തീ കത്തി. You know what Samson did? നിങ്ങൾക്കറിയാമോ സിംസോൻ എന്താ ചെയ്തെന്ന്? He caught 300 foxes. അയാൾ 300 കുറുക്കന്മാരെ പിടിച്ചു. And made them pair of 100 and made them 150. അവരെ രണ്ടായിട്ട് 150 ഇണകളാക്കി ചേർത്തു. Then put flames of fire on their tail. അവരുടെ വാലിൽ തീ പന്തങ്ങൾ കൊളുത്തി വെച്ചു. When they were caught with fire, these foxes could not stay anywhere. അവർക്ക് തീ എവിടം വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് എങ്ങും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. They are running and running and running. അവർ ഓടാൻ തുടങ്ങി. And they were running through the fields of Philistines. അവർ ഫിലിസ്ത്യരുടെ വയലുകളിൽ കൂടിയാണ് ഓടിയത്. All the fields of Philistines caught fire. ഫിലിസ്ത്യരുടെ വയലുകളെല്ലാം തീ കത്തി, തീ പടർന്നു അവിടെയെല്ലാം. That's what happened in the day of Pentecost. അതാണ് പെന്തക്കോസ്ത് നാളിലും സംഭവിച്ചത്. The whole Jerusalem was filled with the knowledge of the Lord. അത് ദൈവത്തിന്റെ പരിജ്ഞാനം കൊണ്ട് യെരുശലേം മുഴുവൻ നിറഞ്ഞു. With the doctrine of the Lord, the whole Jerusalem was filled. അവർ യെരുശലേമിനെ കർത്താവിന്റെ ഉപദേശം കൊണ്ട് നിറച്ചു. How? എങ്ങനെ? They were all caught with fire. അവരെല്ലാവരും തീയാൽ പിടിക്കപ്പെട്ടവരായിരുന്നു. Friends of തൃശ്ശൂരിലെ സഹോദരങ്ങളെ, let's get that fire from God. ദൈവത്തിൽ നിന്നും ആ അഗ്നി പ്രാപിക്കുക. Let us get it now. ഇപ്പോൾ തന്നെ അത് പ്രാപിക്കുക. Let's start praying. നമുക്ക് പ്രാർത്ഥിക്കാൻ ആരംഭിക്കാം. The brothers who are sitting on the chair, there is no harm if you sit. But if you want to come down, you can come down. കസേരയിലിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ മുഴങ്കാലിരിക്കാം. But if you want to sit there, you can sit there. അല്ല, കസേരയിൽ തന്നെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അവിടെ ഇരിക്കുന്നതിന് കുഴപ്പമില്ല. We are going to spend little time in prayer. നമ്മൾ അല്പസമയം പ്രാർത്ഥനയിൽ ചെലവഴിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. Lord, send the fire on me. കർത്താവേ, നിന്റെ അഗ്നി എൻ്റെ മേൽ കത്തണമേ. Hallelujah. Hallelujah. I request Pastor Lapas, if the Spirit of God leads you, Pastor Lapas, you can lay hands on the people and pray. Pastor Lapas, ദൈവത്തിന്റെ ആത്മാവ് നയിക്കുന്നുവെങ്കിൽ ആളുകളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. Hallelujah. 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 Oh, hallelujah. Hallelujah. If Pastor Glenn also is led by the Spirit, you can lay hands on the people and pray. Pastor Glenn ദൈവാത്മാവ് നയിക്കുന്നുവെങ്കിൽ ആളുകൾക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. Hallelujah. If any other servants of God are led by the Spirit of God, you can rise up and lay your hand and pray for the people. ആത്മാവ് നയിക്കുന്നുവെങ്കിൽ ഏതെങ്കിലും ദൈവദാസനും കരങ്ങൾ ഉയർത്തി അതേ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാവുന്നതാണ്. They can all. It's a free place. ഇവിടെ സ്വാതന്ത്ര്യമുള്ള സ്ഥലമാണ്.
is led by the Holy Spirit, I should go and lay hand and pray. You can do that. പരിശുദ്ധാത്മാവിന്റെ നയിക്കുകൾക്ക് തീർച്ചയായും എഴുന്നേറ്റ് പോയി കരങ്ങൾ വെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. We spend some time in prayer. അല്പസമയം പ്രാർത്ഥന ചെലവഴിക്കും. We are not going to sing a song. നമ്മൾ പാട്ടൊന്നും പാടാൻ പോകുന്നില്ല. In our meditation, let the fire burn. നമ്മൾ ധ്യാനിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി കത്തട്ടെ. Hallelujah. You are full free. പൂർണ്ണ സ്വാതന്ത്ര്യം. Hallelujah.
നമുക്ക് ദൈവസന്നിധിയിൽ ഹൃദയത്തെ പിന്നെയും ഏകാഗ്രമാക്കി എല്ലാവരുടെയും കണ്ണുകൾ അടച്ച് അല്പസമയം കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Praise the Lord. Hallelujah. നിത്യസ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിക്കുകയും ഓരോ ദിവസവും വഴി നടത്തുകയും ചെയ്യുന്ന സ്വർഗസ്ഥനായ ഞങ്ങളുടെ ദൈവമേ, അടിയങ്ങൾക്ക് ഇന്ന് രാത്രിയിലും ദൈവത്തിൽ കൂടി വരുവാനും അങ്ങയെ പാടി ഭക്തപ്പെടുത്തുവാനും സഹായിച്ചോർത്തോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിലും അങ്ങനെ വിലപ്പെട്ട വചനം സംസാരിക്കുവാൻ, പഠിപ്പിക്കുവാൻ അങ്ങനെ ദാസനെ അധികാരപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കേൾക്കപ്പെട്ട വചനം നല്ല നിലത്തിൽ വിത്ത് പോലെ 30, 60, 100 പേരെയാണ് നല്ല ഫലക്കായി പറയാനുമാറാകണമേ. നിങ്ങൾ പ്രത്യേക ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദാസ കർത്താവിനെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറയ്ക്ക് എല്ലാ മക്കൾക്കായി സ്തുതിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹത്തോടെ പറഞ്ഞയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിനാധികാരം കേട്ടതുപോലെ ആ പരിശുദ്ധാത്മാവിന്റെ വലിയ അഗ്നി ഞങ്ങൾ പിന്നെ കത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി വ്യക്തിപരമായി, കുടുംബമായി, സഭയായി ഒരിക്കൽ കൂടെ ഇന്ന് രാത്രികാലം സമർപ്പിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ട് സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ.